ഞാൻ ഇന്നലെ ഒരു കമന്റിന് പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരു കമന്റ് ഇട്ടേക്കുന്നത്, അയ്യടാ മനമേ തീപ്പെട്ടി കോല്, എനിക്ക് നിങ്ങളുടെ പണം വേണ്ട, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ യാതൊരു കോളും എനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ കിച്ചു ഇറങ്ങി തിരിച്ചിട്ട് അവനൊരു നല്ലൊരു പയ്യൻ കൊല്ലം സുധി, അതായത് സുധിച്ചേട്ടൻ എന്നൊക്കെയുള്ള കാര്യമൊക്കെ അങ്ങ് മറന്നു, അല്ലെങ്കിൽ ആ കാര്യം അതിനകത്തുനിന്ന് ഒരു പ്രസക്തിയിൽ എന്തുകൊണ്ട് ഈ കിച്ചു അവൻ മാനമ്മ. നമ്മളെല്ലാവരും അമ്മമാരാണ്, നമുക്ക് ആ ഒരു അമ്മയുടെ മനസ്സ് നമുക്കപ്പോ ആ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഈ കിച്ചു എതിർത്തിരുന്നു എങ്കിൽ ഈ രേഷ്മ ഇന്ന് കൊല്ലം സുധിയുടെ ഭാര്യയായിട്ട് ജീവിക്കത്തില്ല. സഹായിച്ചവരെ, അതാണ് അവിടെ പോയിന്റ് വെക്കണം. സഹായിച്ച ആൾക്കാരോട് ആദ്യം പണം കടം ചോദിക്കുമ്പോൾ ഉള്ള ആ ഒരു വാക്കും ആ ഒരു സ്നേഹവും ആ ഒരു ആ ഒരു ഒലിപ്പീരും പിന്നെ കടം തിരിച്ചു ചോദിക്കുമ്പോൾ ഇല്ല അല്ലെ. അവര് അയ്യടാ മനമേ തീപ്പെട്ടി കോല്, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, സംഗതിയുടെ കിടപ്പൊക്കെ ഇപ്പൊ എങ്ങനെയാണ്, എന്തെല്ലാം ആയിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇത് എന്തെല്ലാം പ്രഹസനങ്ങളായിരുന്നു, എന്റെ മക്കൾ എന്നും പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ആയിരുന്നു ആ ബിഗ് ബോസിൽ നടന്ന. എന്റെ കിച്ചു എന്റെ പൊന്നുമോനെ, എനിക്ക് കാണാൻ കൊതിയാ, നൃത്തപ്പനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, കിച്ചുവിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എന്തെല്ലാം ആയിരുന്നു. ഇപ്പൊ എവിടെ പോയി, കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞല്ലോ, നിലപാടുകളൊക്കെ മാറിപ്പോയോ, എന്ത് പറ്റി? ഇത് എന്താണ് എന്ന് ചോദിച്ചാല്, ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ കിച്ചുവിന്റെ വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നു. ആ കമന്റിൽ പറഞ്ഞിരിക്കുന്നത്, രേണുവിന്റെ അടുത്ത് നിന്നും ഇളയ ആ കുഞ്ഞിനെ റിതപ്പനെ എങ്ങനെയെങ്കിലും കിച്ചുമോനെ നീ രക്ഷിച്ചെടുക്കണം എന്നുള്ള ഒരു കമന്റാണ് ഈ കിച്ചുവിന്റെ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നത്. ആ വീഡിയോയിലാണ് ഈ രേഷ്മ കിടന്നുകൊണ്ട് പറയുന്ന ഡയലോഗ് എന്താണ്, അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരിക്കാൻ തോന്നുന്നത്. അതായത് കൊല്ലം സുധിയുടെ മൂത്ത മകനായ കിച്ചു എന്തെല്ലാം ആയിരുന്നു മക്കൾ എന്ന് പറയും. മക്കളെ കാണിക്കാൻ എന്ത് തോന്നിവാസവും കാണിക്കാൻ നിനക്ക്, മക്കളെ വളർത്തുന്ന എന്നുള്ള പേരില് ആ ഒരു പേരിന് അത് വെച്ചുകൊണ്ട് അല്ലെ, നമുക്കറിയാം ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു ആളുടെ ലേബലിലാണ് ഈ രേഷ്മ കിടന്നുകൊണ്ട് വിളങ്ങിയതും തോന്നിയവാസം കാണിച്ചതും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയരുതാത്ത ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, ഡബിൾ മീനിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ ഈ രേഷ്മ ഒന്ന് ചിന്തിക്കണം. മീഡിയാസിന്റെ മുന്നിൽ വന്ന് മക്കൾ എന്ന് വിളമ്പിയ രേഷ്മ എന്തുകൊണ്ടാണ് ഇപ്പൊ നിലപാട് മാറ്റുന്നത്? എന്തുകൊണ്ടാണ്? അപ്പൊ കുരുപുട്ടി അല്ലേ കിച്ചുവിന്റെ വീഡിയോ കണ്ടപ്പോൾ, അതായത് കിച്ചുവിന് മറ്റൊന്നുമല്ല, ഇവിടെ മറ്റൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ കിച്ചുവിന്റെ ഇനാഗ്രേഷൻ, അതായത് കിച്ചുവിന് ഒരു കട ഉദ്ഘാടനത്തിന് വേണ്ടി കിച്ചുവിനെ ക്ഷണിക്കുന്നു. കിച്ചു അത് പോയി നല്ല രീതിയിൽ അതിനെ അതായത് മാനേജ് ചെയ്യുന്നു. അതായത് കിച്ചു അവിടെ പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ അവിടെ വന്ന എല്ലാ ആൾക്കാരും, ഒരുപാട് ആൾക്കാർ കിച്ചുവിന് സപ്പോർട്ടായിട്ട്, അതായത് ആ ഒരു മകനെ ചേർത്ത് പിടിക്കണം. നമുക്കറിയാം കൊല്ലം സുധി എല്ലാവരും സ്നേഹിച്ചിരുന്നു, അതായത് ഒരു കോമഡി ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബഹുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു അകാലത്തിൽ മരണമടഞ്ഞ ആ ആളുടെ, ആ കലാകാരന്റെ മകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ കിച്ചുവിനെ. അതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ ഇനാഗ്രേഷൻ എല്ലാ ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരുപാട് കമന്റ് ആ കുഞ്ഞിന്റെ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരു കമന്റാണ്, അതിൽ പെടുന്ന കിച്ചുവിന് അനുകൂലമായിട്ട് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നാൽ രേണുവിനെതിരായിട്ടുള്ള ഒരു കമന്റാണ് ഈ കിച്ചുവിന്റെ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നത്. രേഷ്മ വലിയ പൊക്കി പിടിച്ച് പറഞ്ഞേക്കുവാണ് കൊല്ലം സുധിയുടെ മൂത്ത മകന്റെ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ഞാൻ വായിച്ചു. അത് എന്റെ മകനെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള അർത്ഥത്തിൽ രേഷ്മ പറയുകയാണ്. അപ്പൊ രേഷ്മയുടെ വില എവിടെ പോയി? രേഷ്മയുടെ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു ആരാധക, അതായത് കിച്ചുവിനെ സ്നേഹിക്കുന്ന ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മനോവികാരമാണ് അതെന്ന് ആര് മനസ്സിലാക്കണം? ഈ വിവരമില്ലാത്ത, ഈ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്ന, അല്ലെങ്കിൽ റീച്ച് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ വാക്കും ഓരോ തറ പരിപാടിയും വീഡിയോസും ഇടുന്ന ഈ രേഷ്മയാണ് അത് ചിന്തിക്കേണ്ടത്. ജനങ്ങളുടെ മനോവികാരം അവർ കമന്റിലൂടെ രേഖപ്പെടുത്തുന്നു. അത് വായിച്ചില്ല എന്ന് പറയണ്ട. വായിക്കാതെ ഈ കിച്ചുവിന്റെ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്ന കമന്റിന് ആണല്ലോ മറുപടി കൊടുത്തിരിക്കുന്നത്. കൊല്ലം സുധിയുടെ മൂത്ത മകനെന്ന്. അപ്പൊ കൊല്ലം സുധി ഇപ്പോൾ ആരുമല്ലാതായിരിക്കുന്നു. കൊല്ലം സുധി അതായത് സുധിച്ചേട്ടൻ എന്നൊക്കെയുള്ള കാര്യമൊക്കെ അങ്ങ് മറന്നു, അല്ലെങ്കിൽ ആ കാര്യം അതിനകത്തുനിന്ന് ഒരു പ്രസക്തിയിൽ എന്തുകൊണ്ട് ഈ കിച്ചു അവൻ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പയ്യനായതുകൊണ്ടും അവൻ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കൊല്ലം സുധിയുടെ മകനായതുകൊണ്ടും ഈ തോന്നിയവാസങ്ങൾക്ക്, അതായത് രേണുവിന്റെ തോന്നിയവാസങ്ങൾക്ക് അവൻ കൂട്ടുനിന്നില്ല. അവന് ചെറുപ്പത്തിൽ അവൻ അമ്മേ എന്നൊക്കെ വിളിച്ചു.
അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മ കാണിക്കുന്ന ആ സ്നേഹപ്രകടനത്തെ കുഞ്ഞിനെ അറിയത്തുള്ളൂ. അവന് ഇത്ര എന്താണ് പൊക്കറിയൊക്കെ അന്നുള്ളായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടി സ്വല്പം വളർന്നു വലുതായപ്പോൾ, അവനൊരു 18-20 വയസ്സിലേക്ക് കടന്നപ്പോൾ സംഗതിയുടെ പോക്ക് എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സംഗതിയുടെ പോക്ക് എവിടെയാണ്? അച്ഛന് പേരുദോഷം വരുത്തുന്നു, കുട്ടാന്റെ കുടുംബത്തിന് പേരുദോഷം വരുന്നു. ഈ സ്ത്രീയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സ്നേഹമായിട്ട് പറഞ്ഞു നോക്കി, വളരെ രീതിയിൽ ഇവരോട് ഏതെല്ലാം രീതിയിൽ ആര് പറഞ്ഞാലും ഇവര് നന്നാകത്തില്ല, അവർക്ക് പണം മതി, ആ പണം തനിക്ക് വേണ്ട എന്ന് കിച്ചു തീരുമാനമെടുത്താൽ നമുക്കതിനെ തെറ്റു പറയാൻ പറ്റത്തില്ല. അവനോട് സപ്പോർട്ടാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും. നമ്മൾ ഞാനടക്കമുള്ള എല്ലാ ജനങ്ങളും കിച്ചുവിന് സപ്പോർട്ടാണ്. ആ കുഞ്ഞിനെ എല്ലാവരും സ്നേഹിക്കുന്നു. ആ കുഞ്ഞിന് വരുന്ന ഓരോ പരിപാടികളും ഇനി അവനെ എല്ലാവരും ചേർത്ത് അന്ന് ഇനാഗ്രേഷന് വന്ന് നിൽക്കുന്ന എല്ലാ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് കിച്ചുവിനെ ഇതിലേക്ക് എടുക്കണം. അതായത് കിച്ചുവാണ് യോഗ്യതയായിട്ട് നിൽക്കുന്നത്. കൊല്ലം സുധിയുടെ അതേ മുഖച്ചായി അവരത് അവിടെ എടുത്തു പറയുന്നുണ്ട്. കൊല്ലം സുധിയെ പറിച്ചു വെച്ചിരിക്കുന്ന ആ മകൻ, ആ അച്ഛന്റെ പേര് നിലനിർത്താനായിട്ട്, ആ അച്ഛന് കുറച്ച് കടവും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ ജീവിച്ചു വളർന്ന ഒരു കോമഡി ആർട്ടിസ്റ്റാണ്. ജനങ്ങളെ ചിരിപ്പിച്ച ഒരു കലാകാരനാണ്. ആ കലാകാരന് നമ്മളെപ്പോഴും ബഹുമാനം കൊടുക്കും. അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ എല്ലാവർക്കും കിച്ചുവിനെ കാണാൻ സാധിക്കുന്നു. ഇപ്പൊ കുരു പൊട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ആര്? രേഷ്മ. അപ്പൊ എന്തെല്ലാമായിരുന്നു പറഞ്ഞിരുന്നത് നമുക്കറിയാം. എന്റെ മക്കളെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും വയ്യ. തത്തമ്മേ എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടില്ലാത്ത തത്തമ്മയൊക്കെ പിടിച്ചോണ്ട് ആ ബിഗ് ബോസിൽ വന്നോണ്ട് റിതപ്പ, കിച്ചു എനിക്ക് കാണണം മക്കളെ, നിങ്ങളെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും വയ്യ എന്നൊക്കെ പറഞ്ഞുള്ള പ്രകസനങ്ങൾ. ഇപ്പോൾ കിച്ചു എതിരായിട്ട് കിച്ചു പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളുടെ പണം വേണ്ട, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ യാതൊരു കോളും എനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ കിച്ചു ഇറങ്ങി തിരിച്ചിട്ട് അവനൊരു നല്ലൊരു പയ്യൻ തന്നെയാണ്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവന് നല്ല രീതിയിലേക്ക് അവന്റെ ജീവിതത്തിനു വേണ്ടുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവൻ പല രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന, അല്ലെങ്കിൽ നല്ല ഒരു എന്തെങ്കിലും തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അവനെ അറിയാവുന്ന കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുവാനായിട്ടുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇനാഗ്രേഷൻ അവനെ ക്ഷണിച്ചിട്ടുണ്ട്. അതൊരു വലിയ വഴിത്തിരിവ് തന്നെയാണ്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ രേഷ്മയുടെ പോക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ കിച്ചു അല്ലെങ്കിൽ അത് ആ മാനസിക വ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള ഒരു ഇനാഗ്രേഷനുള്ള ക്ഷണം അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്, അവന്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിട്ട് തന്നെ നമുക്കെതിരെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ അവനെ സപ്പോർട്ടാണ്. അവനൊരു കൊച്ചുകുട്ടിയാണ്. 22 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരുപാട് വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു സമയം ആയിട്ടേ ഉള്ളൂ അല്ലെ? ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നതൊക്കെ ഒരു ഏജ് മാത്രമേ ഉള്ളൂ. അത് ആ സമയം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊക്കെ കുട്ടികളുള്ള ആ മകൻ എന്നുള്ള ആ 3 അക്ഷരത്തിൽ നിങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ അവൻ പറയുന്ന അവന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യില്ല. നിങ്ങളുടെ മകൻ തന്നെയാ അവന് അല്ല എന്ന് പറയണ്ട. നിങ്ങളുടെ മകൻ കിച്ചു കിച്ചു നിങ്ങളുടെ മകൻ തന്നെയാണ്. അതായത് സുധി നിങ്ങൾ പ്രസവിച്ചിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ഒരു മകനെ പ്രസവിക്കണം എന്നില്ല. ഈ കിച്ചു എതിർത്തിരുന്നു എങ്കിൽ ഈ രേഷ്മ ഇന്ന് കൊല്ലം സുധിയുടെ ഭാര്യയായിട്ട് ജീവിക്കത്തില്ല. കിച്ചുവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവരുടെ ജീവിതത്തിൽ. അതായത് ഈ കിച്ചുവിന്റെ അമ്മ ഇട്ടിട്ട് പോയപ്പോൾ ഈ കൊല്ലം സുധി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കുഞ്ഞിനെ വളർത്തിയത്, കിച്ചുവിനെ. അപ്പൊ ഈ കിച്ചുവിന്റെ അഭിപ്രായങ്ങൾക്ക്, ചെറിയ ഒരു മകനാണ്, ഏതാണ്ട് 8-10 വയസ്സങ്ങാണ്ട് പ്രായമുള്ളൂ. അപ്പൊ ഈ കിച്ചുവിനോട് ചോദിക്കും, മോനെ ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്. അപ്പം കിച്ചുവാണ് പറഞ്ഞത് അത് അങ്ങനെ ചെയ്യുക, അച്ഛനോട് സപ്പോർട്ട് ചെയ്ത് ഈ അമ്മയെ മതി എന്ന് കിച്ചുവാണ് പറയുന്നത്. ആ കിച്ചുവിന്റെ വാക്കുകൾക്കാണ് ഈ സുധി വില കൊടുത്തത്. ഇത് വേണ്ട എന്ന് ആ കുഞ്ഞു മനസ്സ് പറയുക. എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ ഇന്ന് ഈ സുധിയുടെ ഭാര്യയായിട്ട് ഈ രേഷ്മ വിലസത്തില്ല. ഈ കൊല്ലം സുധിയുടെ ലേവലിലാണല്ലോ നിങ്ങൾ തിളങ്ങുന്നതും വിളങ്ങുന്നതും, ഇത്രയധികം വൈറലായതും. ഈ രേഷ്മ ഈ കൊല്ലം സുധിയുടെ ലേവലായാണ് ആദ്യമൊക്കെ എല്ലാവരും സപ്പോർട്ടും ചെയ്തു അല്ലെ? ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണ്? കൊല്ലം സുധിയുടെ ഒരു കുടുംബത്തെ, അതായത് അകാലത്തിൽ മരിച്ചുപോയ ആ ഒരു ആളോടുള്ള ആ ഒരു ആള് നഷ്ടപ്പെട്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് ജീവിക്കണം, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതേ രീതിയിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിച്ചതൊക്കെ അതേ രീതിയാണ്. സഹായിച്ചവരെ തെറി പറയുന്ന ഒരു സ്വഭാവമാണ് ഈ രേഷ്മയ്ക്കുള്ളത് എന്നും ഈ സമയത്ത് നമ്മൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സഹായിച്ചവരെ എല്ലാവരെയും പറയുന്നത്, തെറി പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക്, അതും സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് അവരെ സഹായിച്ചവരെ, അതാണ് അവിടെ പോയിന്റ് വെക്കണം. സഹായിച്ച ആൾക്കാരോട് ആദ്യം പണം കടം ചോദിക്കുമ്പോൾ ഉള്ള ആ ഒരു വാക്കും ആ ഒരു സ്നേഹവും ആ ഒരു ആ ഒരു ഒലിപ്പീരും, പിന്നെ കടം തിരിച്ചു ചോദിക്കുമ്പോൾ ഇല്ല അല്ലെ? അവരൊരു നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വാടക പോലും കൊടുക്കുകയെന്നാണ് പറഞ്ഞത്. വാടക ഒരു സാഹചര്യത്തിൽ വാടക കൊടുക്കാതിരുന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാം, ഇല്ലാതിരുന്നു അല്ലെങ്കിൽ സ്വല്പം നീണ്ടുപോയി, ഓക്കെ. പക്ഷെങ്കിൽ വാടക ചോദിക്കുമ്പോൾ പറയുകയാണ്, അതൊന്നും ആരും മറന്നിട്ടില്ല. വാടക ചോദിച്ചപ്പോൾ പറയുകയാണ്, സുധിച്ചേട്ടന്റെ കല്ലറയിൽ പോയി ചോദിക്കാൻ വരെ ഈ സ്ത്രീ പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് പോലും നാക്കൂട്ട് പറയാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന
വളരെയധികം സപ്പോർട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള ജനങ്ങളെല്ലാം അവന്റെ ഏതൊരു പരിപാടി വന്നാലും, ഇനിയാണെങ്കിലും സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ സിനിമാക്കാരൊക്കെ ശ്രദ്ധിക്കണം, ഇനിയാണെങ്കിലും അവന് റോള് കൊടുത്ത് അവനെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു കോമഡി ആയിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ മകനാണ്, അതേ കഴിവുകളെല്ലാം കിട്ടാതിരിക്കുകയില്ല. ഇപ്പൊ തന്നെ പല പാട്ടുകളും ചെറിയ പാട്ടുകളൊക്കെ നമ്മൾ ആ കുട്ടിയുടെ കേൾക്കാറുണ്ട്. നമുക്കൊക്കെ അതിനകത്ത് വലിയ ഒരു ആ കുഞ്ഞിനോട് സ്നേഹം കൂടുതലേ ഉള്ളൂ അല്ലെ, വാത്സല്യവും സ്നേഹവും ഒക്കെ കൂടുതലാണ്. അവന്റെ ഓരോ ചെയ്തികളും അവൻ ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ, പണം കൊണ്ട് പൈസ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കിച്ചുവിനെ ഏറ്റെടുത്തതും സപ്പോർട്ട് ചെയ്യുന്നു. ഓരോ അതിലേക്കൊക്കെ ആ കമന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ട് ജനങ്ങളെന്നൊക്കെ. നമ്മളെല്ലാവരും അമ്മമാരാണ്. നമുക്ക് ആ ഒരു അമ്മയുടെ മനസ്സ് നമുക്കപ്പോൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ആർക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഈ കുഞ്ഞിനെ വളർന്നു വരുന്ന ഈ കുഞ്ഞിനല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു മരിത്താറ പരിപാടി കാണിച്ച് ആരെയും മക വെക്കാത്ത ഭർത്താവിന്റെ ആൾക്കാർ കണ്ടാലും കുഴപ്പമില്ല, മകന്റെ കൂട്ടുകാർ കണ്ടാലും കുഴപ്പമില്ല, ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിന്റെ കൂട്ടുകാർ കണ്ടാലും കുഴപ്പമില്ല. മകൻ 10-21 വയസ്സായ മകൻ എന്ന് തന്നെ പറയാം, മകൻ തന്നെയാണ്. മകൻ എന്ന് പറയുന്ന ആ കൊച്ചു പയ്യന്റെ മാനസികമായിട്ട് വിഷമം കണ്ടിട്ടും അത് അവന് മനസ്സിലാകുന്നില്ല. കണ്ടില്ലെന്നടിക്കുന്നു. പണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ ഈ രേഷ്മ പോകുന്നതിന്റെ അധപ്പതനത്തിന്റെ ഓരോ രംഗങ്ങളാണ് നമ്മൾ, ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.